ഹലോ. കാത്തിരുന്ന് നമ്മുടെ ആ ദിവസം വന്നെത്തിട്ടാ. എന്ന് ഗുരുവായൂർ പോവാന്ന് വെച്ചാലും നീണ്ടു നീണ്ടു പോവാല്ലാണ്ട് ഞങ്ങൾ ഗുരുവായൂർ പോലുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിക്കാണ്. ഏറ്റവും അവസാനം പോയത് നന്നുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോണ വരി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള വരിയായിരിക്കും കേട്ടാ. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഗുരുവായൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് വരാറില്ല കേട്ടാ. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഭക്ഷണത്തിന്. മെയിനായിട്ട് അവിടുത്തെ പുളിശ്ശേരിയും കൂട്ടി ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഞങ്ങൾ പോണത്. അരുൺ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പാൽപ്പായസം കഴിക്കാനും. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് കേട്ടാ തിരിച്ചു പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഒരു 12 മണിക്ക് ആയിട്ടുണ്ട്. അത്ര നേരം ഞങ്ങൾ ഗുരുവായൂർ സ്പെൻഡ് ചെയ്തു കേട്ടാ. പിന്നെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് കടകൾ മൊത്തം കയറി ഇറങ്ങുക. ഒന്നും വാങ്ങിക്കില്ല, പക്ഷെ എന്നാലും ഞങ്ങൾ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കും ഓരോ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട്. നമ്മുടെ ഗുരുവായൂർ പോയിട്ടുണ്ടല്ലോ, തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെയും അങ്ങോട്ട് തന്നെ പോകാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവിടെ. അപ്പം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ.